പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം. ഞാൻ സുശാന്ത വിജയകുമാർ. ഉത്തർപ്രദേശിലെ മിർജാപൂർ എന്ന ജില്ലയിൽ കുടുംബമായി താമസിച്ചുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുന്നു. വീണ്ടും ഒരു സാക്ഷ്യം പറയുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചതിനാലും ഈ സാക്ഷ്യത്തിൻ്റെ പിന്നിലെ അത്ഭുതകരമായ അനുഭവം എനിക്ക് കൃപയാ നൽകിയതിനാലും ഞാൻ കർത്താവായ യേശുവിന് നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന സാക്ഷ്യം എന്നെ ബാധിച്ച ക്യാൻസർ കാരണം ഒരു ഓപ്പറേഷന് വിധേയമാകേണ്ടി വന്ന സാഹചര്യത്തിൽ അനസ്തീഷ്യ മുഖാന്തരം നിർജീവമായ എൻ്റെ ശരീരത്തിൽ നിന്ന് എൻ്റെ ആത്മാവിനെ എൻ്റെ കർത്താവും രക്ഷിതാവുമായ യേശു തൻ്റെ ജീവ ഭണ്ഡാരത്തിൽ എങ്ങനെ സുരക്ഷിതയായി സംരക്ഷിച്ചുവെന്നതിനെ കുറിച്ചാണ്. കർത്താവിൻ്റെ സന്നിധിയോളം എന്നെ എത്തിച്ചേർത്ത ഓപ്പറേഷൻ തിയേറ്ററിലെ ഈ ദിവ്യദർശനം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹവും അതിമനോഹരവുമായ ഒരു അനുഭവവും തന്നെയായിരുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 23 അധ്യായം അതിൻ്റെ 4 വചനത്തിൽ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു: കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, 5 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവൻ ശരീരത്തിന്റെ ബലഹീന അവസ്ഥയിൽ കൂരിരുൾ താഴ്വരയിലൂടെ ആടി ഉലയുകയായിരുന്നു. ആ നാളുകളിൽ എൻ്റെ ശരീരം തീരെ ദുർബലമായി പോകുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു. മറ്റാർക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല എങ്കിലും എനിക്കറിയാമായിരുന്നു വളരെ വൈകാതെ തന്നെ ഞാൻ വീണു പോകുമെന്ന്. പക്ഷെ ഞാൻ എൻ്റെ ശരീരത്തെ തീർത്തും അവഗണിക്കുകയും എൻ്റെ വിശ്വാസം അടുത്ത തലമുറയിലേക്കും എൻ്റെ അടുക്കൽ വരുന്നവർക്കുമായും കൈമാറിക്കൊണ്ടിരുന്നു. വീഴുന്ന ദിവസവും ഫത്തേപൂർ ജില്ലയിലെ ഒരു സെന്ററിൽ ക്രിസ്തുവിൻ്റെയും അപ്പോസ്തലന്മാരുടെയും ഉപദേശങ്ങൾ കൈമാറുകയും അനേകർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ 47 ഡിഗ്രി ചൂടിൽ ഒരു ടിൻ ഷെഡിന്റെ കീഴിൽ ഞാൻ തളർന്ന് വീണു പോവുകയായിരുന്നു. പിന്നെ ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ അറിഞ്ഞു എൻ്റെ ശരീരം ക്യാൻസറിനാൽ ബാധിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നുവെന്ന്. പെട്ടെന്ന് ഒരു ഓപ്പറേഷന് വേണ്ടി ഞാൻ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. എന്നാൽ എൻ്റെ പ്രാണനിലെ അനേക കാര്യങ്ങൾ എൻ്റെ ആത്മാവിൽ ഇടയ്ക്കിടെ പരിഭ്രമം സൃഷ്ടിക്കുന്നത് മനസ്സിലായപ്പോൾ ഒരു ചെറിയ ഭയം തോന്നിയതിനാൽ ഹോസ്പിറ്റലിൽ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. എൻ്റെ പിന്നാലെ വന്ന ഭർത്താവിനോട് എനിക്ക് ഒരാഴ്ചത്തെ സമയം തരുവാൻ വളരെ നിർബന്ധപൂർവം അപേക്ഷിച്ചു. മറ്റു പോംവഴികൾ ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം പിന്നെ അത് സമ്മതിക്കുകയായിരുന്നു. അന്ന് ഞാൻ വീട്ടിൽ തിരികെ എത്തിയ സമയം മുതൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ വർക്കുകളും മിനിസ്ട്രിയും ഹൃദയത്തിൽ നിന്ന് തന്നെ അവസാനിപ്പിച്ചു. റൂമിൽ നിന്ന് പുറത്തിറങ്ങുകയോ ആരെയും കാണുകയോ ചെയ്തില്ല. എൻ്റെ ഹൃദയത്തിലെ സകല ചിന്തകളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും പുറത്തു വന്ന് എന്നിലെ അകത്ത മനുഷ്യൻ സകലത്തിൽ നിന്നും പൂർണ്ണ സ്വാതന്ത്ര്യം പ്രാപിക്കുവോളം ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ തന്നെയായിരുന്നു. ഈ ലോകത്തിലെ എൻ്റെ ജീവിതം അവസാനിക്കുവാൻ ചില ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂവെന്ന് അന്ന് എനിക്ക് തോന്നി. ആയതിനാൽ കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ എൻ്റെ ആത്മാവിനായി വിശ്രമം, അത് മാത്രമായിരുന്നു അന്ന് എൻ്റെ ലക്ഷ്യം. പിന്നെ എനിക്ക് ലഭിച്ച സമയം കഴിഞ്ഞതിനാൽ ഞാൻ വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയപ്പോൾ ഒരു ദൈവിക സമാധാനം എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നിരുന്നുവെങ്കിലും ഞാൻ തിരികെ ജീവിതത്തിലേക്ക് വരുവാൻ സാധ്യതയില്ല എന്ന് തന്നെ എനിക്ക് തോന്നിയിരുന്നു. എൻ്റെ ഭർത്താവും കുഞ്ഞുങ്ങളും എനിക്കായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അനസ്തീഷ്യ തന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ആദ്യമായി ഇങ്ങനെ പ്രാർത്ഥിച്ചു: കർത്താവേ, എൻ്റെ പ്രാണൻ അങ്ങയുടെ ജീവ ഭണ്ഡാരത്തിൽ കെട്ടപ്പെട്ടിരിക്കണമേ, ആമേൻ. എന്നാൽ ആ നിമിഷം മുതൽ മരിച്ചുപോകും എന്ന രീതിയിൽ കഷ്ടതയും ശരീരക്ലേശവും എനിക്ക് അനുഭവപ്പെട്ടു. അതികഠിനമായ സഫോക്കേഷന്റെയും കൂരിരുൾ താഴ്വരയുടെയും അനുഭവത്തിനൊടുവിൽ വളരെ അവിശ്വസനീയമായി വേദനകളുടെ എല്ലാ കൊടുങ്കാറ്റും തിരമാലകളും പൂർണ്ണമായും അവസാനിച്ചു. അത്ഭുതകരമായ ഒരു ശാന്തത എനിക്ക് അനുഭവപ്പെട്ടു. പക്ഷെ വളരെ പെട്ടെന്ന് ഞാൻ എന്നെ പുതിയൊരു രൂപത്തിൽ കണ്ടു അത്ഭുതപ്പെട്ടു പോയി. വേദനയും കഷ്ടതയും ഇല്ലാത്ത ഒരു ശരീരവും ഞാൻ ഈ ലോകത്ത് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അത്രയും ശോഭയുള്ളതും പാദം വരെ നീണ്ടുകിടക്കുന്നതുമായ ശുഭ്രവസ്ത്രവും. അപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ ധരിച്ചിരുന്ന വസ്ത്രം ഗ്രീൻ നിറമുള്ളതായിരുന്നുവെന്ന്. ആയതിനാൽ പുതിയതും വെണ്മയുള്ളതുമായ ആ വസ്ത്രം ശ്രദ്ധിച്ചപ്പോൾ വളരെ അത്ഭുതത്താലും ആനന്ദത്താലും എൻ്റെ ഉള്ളം നിറഞ്ഞിരുന്നു. ആ സമയത്ത് സ്വർഗദൂതനോട് സമാനമായ രൂപമുള്ള ഒരു വ്യക്തി എൻ്റെ വലത് സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ജീവിതത്തിൽ എല്ലാ കാലവും എന്ന് പറഞ്ഞാൽ ഞാൻ പരദേശിയായി അലഞ്ഞ എല്ലാ കാലങ്ങളിലും അനുഭവിച്ചിരുന്ന എൻ്റെ ഹൃദയത്തിലെ ഒരു അസുരക്ഷിതത്വം പൂർണ്ണമായും അവസാനിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തോടൊപ്പം ഒരു തിരശ്ശീലയ്ക്കപ്പുറം പ്രവേശിച്ചു. അവിടെ തികച്ചും മനുഷ്യരോട് സമാനമായ രൂപസാദൃശ്യമുള്ള തേജസ്സാർന്ന ഒരു വ്യക്തി നിന്നിരുന്നു. അദ്ദേഹത്തെ കണ്ടതും എൻ്റെ സന്തോഷത്തിന് അളവില്ലായിരുന്നു. പക്ഷെ അദ്ദേഹം എന്നോട്
നീ ഇവിടെ വരേണ്ടതാണ് എന്ന ഈ 3 വാക്കുകൾ മാത്രം വളരെ വ്യക്തമായി സംസാരിച്ച് കടന്നുപോയി. ആ വാക്കുകൾ ഞാൻ കേൾക്കുന്ന 1000 വാക്കുകളേക്കാൾ ശക്തവും ഹൃദയസ്പർശകവുമായിരുന്നു. അത് കേട്ടപ്പോൾ എന്നെ ഇവിടെ നിന്ന് തിരികെ വീണ്ടും വേദനകളിലേക്ക് പോകുവാൻ പറയുമോ എന്ന് ചിന്തിച്ചിട്ട് ഒരു നിമിഷം ഒരു ചെറിയ വിഷമം എനിക്ക് തോന്നിയെങ്കിലും ആ സങ്കടത്തിന്റെ ഫീൽ ഒരു സെക്കൻഡിൽ തന്നെ മാറിപ്പോയിരുന്നു. വീണ്ടും സ്വർഗീയ സന്തോഷത്താൽ എൻ്റെ ഉള്ളം നിറഞ്ഞു വരുന്നതായി ഞാൻ അറിഞ്ഞു. ഞാൻ മരിച്ചു. മരണം എത്ര മനോഹരമാണോ, എത്ര വലിയ ഭാഗ്യം, എത്ര സൗഭാഗ്യമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിന് എനിക്ക് ഒരു യോഗ്യതയുമില്ലല്ലോ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെയെല്ലാം വളരെ അത്ഭുതത്തോടുകൂടെ നോക്കിക്കണ്ടു. മുകളിൽ മഴവില്ല് കൊണ്ട് നിർമ്മിച്ച വിധാനം, ചുറ്റിലും തിരശീലകൾ. എനിക്ക് അവിടത്തെ കുറിച്ച് പറയുവാനും വർണ്ണിക്കുവാനും സാധിക്കുന്നതല്ല. അങ്ങനെ ഒരു സ്ഥലം ഭൂമിയിലെങ്ങും ഉണ്ടാകുവാൻ ഒരു സാധ്യതയുമില്ല. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി എൻ്റെ ബോധം അപ്പോൾ വളരെ സജീവമായിരുന്നു. അപ്പോഴാണ് അവിടെയെല്ലാം മുഴങ്ങിക്കേൾക്കുന്ന ഒരു അത്ഭുത സംഗീതത്തിന്റെ ശബ്ദം ഞാൻ ശ്രദ്ധിച്ചത്. വലിയ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയോ അതോ അതിന് സമാനമായതോ എന്ന് പറയുവാൻ കഴിയുന്നില്ല. എന്നാൽ തുടർച്ചയായതും ഒരു അപാകതയും ഇല്ലാതെയുമുള്ള ആ ആനന്ദഘോഷ സംഗീതത്താൽ അവിടെ മുഖരിതമായിരുന്നു. ആ സംഗീത ശബ്ദത്തിന്റെ അർത്ഥം അറിയുവാനായി ഞാൻ എന്നെ അവിടെ എത്തിച്ച വ്യക്തിയെ അന്വേഷിച്ച നിമിഷം തന്നെ യേശുവേ നിനക്ക് സ്തോത്രം, ഹാലലൂയ ഹാലലൂയ എന്നിങ്ങനെ എൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ ഭാഷയിൽ തന്നെ വളരെ ആനന്ദത്തോടും സന്തോഷത്തോടും കൂടെ കർത്താവിനെ പാടി സ്തുതിച്ചു തുടങ്ങിയിരുന്നു. ആമേൻ ഹാലലൂയ. പക്ഷെ ഒരു 5 മിനിറ്റുകൾക്കുള്ളിൽ എല്ലാം അവസാനിച്ചതുപോലെ തോന്നിപ്പോയി എനിക്ക്. കാരണം പെട്ടെന്ന് ഒരു സിസ്റ്റർ എന്നെ വിളിച്ചുണർത്തി ഓപ്പറേഷൻ കഴിഞ്ഞുവെന്ന് പറഞ്ഞു. 5 മിനിറ്റ് കൊണ്ടോ എനിക്ക് അതിശയം തോന്നി. പക്ഷെ അപ്പോഴും ഞാൻ ഉറക്കെ പാടുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആ സിസ്റ്റർ എന്നോട് ചോദിച്ചു, സുശാന്ത, നീ യേശുവിനെ കണ്ടോ? യേശു നിന്നോട് എന്തു പറഞ്ഞു? അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നീ ഇവിടെ വരേണ്ടതാണ് എന്ന 3 വാക്കുകൾ പറയുന്ന നിമിഷങ്ങൾ മാത്രം ഞാൻ മനുഷ്യപുത്രനോട് സദൃശ്യവും അത്യത്ഭുത തേജസ്സുമുള്ള ഒരു വ്യക്തിയെ കണ്ടിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, നീ ഇപ്പോൾ പാടുന്ന പാട്ട് കഴിഞ്ഞ 2 മണിക്കൂറുകൾ കൊണ്ട് പാടുന്നുണ്ടായിരുന്നു. എനിക്കപ്പോഴും ആ പാട്ട് നിർത്തി അവരോടൊന്നും പറയുവാൻ മനസ്സിലായിരുന്നു. ഞാൻ സന്തോഷത്തോടുകൂടെ പാടി സ്തുതിക്കുന്നത് കണ്ട് കേട്ട് എന്റെ ഭർത്താവും കുഞ്ഞുങ്ങളും വളരെ അത്ഭുതത്തോടുകൂടെ എന്നെ നോക്കി നിന്നു. ഈ ലോകത്തിന് അജ്ഞാതമായ ആത്മസന്തോഷത്താലും ആനന്ദത്താലും എൻ്റെ ഉള്ളം നിറഞ്ഞിരുന്നു. എൻ്റെ കർത്താവ് എൻ്റെ പ്രാണനെ തൻ്റെ ജീവഭണ്ഡാരത്തിൽ സൂക്ഷിച്ചിരുന്നുവെന്ന് അപ്പോൾ ഞാൻ അറിയുകയായിരുന്നു. അമേൻ അമേൻ ഹല്ലേലൂയ. പിന്നെ ആ നാളുകളിൽ വളരെ വേഗം ഞാൻ സൗഖ്യം പ്രാപിച്ചു. അതേ പ്രിയമുള്ളവരെ, ക്രിസ്തു ശിഷ്യർ കൂരിരുൾ താഴ്വരയിലൂടെ കടന്നു പോകില്ല എന്നല്ല, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും എനിക്ക് ഒരനർത്ഥവും ഭയപ്പെടേണ്ടതില്ല എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. പിന്നെയും എൻ്റെ ജീവിതത്തിൽ മരണമെത്തിയെന്ന് തോന്നിയപ്പോൾ ശാരീരിക കഷ്ടം അനുഭവപ്പെട്ടുവെങ്കിലും മേഘങ്ങൾക്കും തിരശീലകൾക്കും അപ്പുറത്തെ സ്തുതി സ്തോത്രങ്ങളുടെയും നിർത്തുവാൻ സാധ്യമല്ലാത്ത ആരാധനയുടെയും മധ്യത്തിൽ യേശു കർത്താവിനെ കാണുവാൻ കഴിയുമെന്ന ചിന്തയിൽ കഷ്ടങ്ങൾ സാരമില്ല എന്ന് തോന്നിയിരുന്നു. കർത്താവിന്റെ സന്നിധിയോളം എന്നെ എത്തിച്ചേർത്ത ഓപ്പറേഷൻ തിയേറ്ററിലെ ഈ ദിവ്യദർശനം എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹവും അതിമനോഹരവുമായ ഒരു അനുഭവം തന്നെയായിരുന്നു. സന്തോഷമുള്ള മറ്റ് 2 കാര്യങ്ങൾ എന്തെന്നാൽ, അന്ന് എനിക്ക് ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറും നഴ്സും ഇന്ന് സുവിശേഷം പ്രസംഗിക്കുന്നു എന്നറിയുന്നു. ആമേൻ. ഒപ്പം ഈ സാക്ഷ്യം മുഖാന്തരം മിർജാപൂർ ചർച്ചിലെ അനവധി പുതിയ വിശ്വാസികൾ മരണഭയത്തിൽ നിന്നും പാപശാപ ലോകബന്ധനങ്ങളിൽ നിന്നും വിമോചനം പ്രാപിച്ചവരായി കർത്താവിന്റെ രാജ്യത്തിന്റെ പ്രത്യാശയോടെ വിശ്വാസത്തോടെ ഈ ലോകത്തിൽ നിന്നും വിടവാങ്ങിയതും സന്തോഷകരമായ സാക്ഷ്യങ്ങളാണ്. ആമേൻ. യേശുവേ അങ്ങേക്ക് സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ. എന്റെ പ്രാണനെ തന്റെ ജീവഭണ്ഡാരത്തിൽ ഭദ്രമായി കർത്താവ് സൂക്ഷിച്ച ഈ അത്ഭുതകരമായ ദിവ്യദർശനാനുഭവം കഷ്ടതകളിൽ തളർന്നു പോകാതിരിക്കുവാൻ, സകല ഹൃദയ ബന്ധനങ്ങളിൽ നിന്നും വിമോചിതരായി ആത്മാവിൽ അകത്ത മനുഷ്യൻ ബലപ്പെടുവാൻ കർത്താവ് തന്റെ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും വീണ്ടും നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സാക്ഷ്യത്തിൽ നിന്നും വിരമിക്കുന്നു. ആമേൻ. നിങ്ങൾക്ക് സമാധാനം.